ഗോഡ്. ഇന്നത്തെ തിരുവചനം വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് ഈ രണ്ട് തിരുവചനങ്ങളിലൂടെ പറയുന്നത്. എങ്ങനെ സ്വർഗരാജ്യത്തെ എങ്ങനെ നമ്മൾക്ക് അവകാശം ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. സ്വർഗരാജ്യം നിധി മറച്ചു വെച്ചിരിക്കുന്ന ഒരു വയൽ. അപ്പോൾ ഈ ഒരു വയലും സ്വർഗരാജ്യവും ഈ നിധി കണ്ടെത്തുക. എങ്ങനെയാണ് ആ നിധിയെ കണ്ടെത്തുന്നത്? എന്താണ് ആ നിധി? നമ്മുടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ആ നിധി എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടെത്തുകയാണ്, യേശുവിനെ കണ്ടെത്തുന്നതാണ്. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? വിശ്വാസത്തിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തുമ്പോൾ ആ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക ചെയ്യുന്നത്. അപ്പം അതാണ് പറയുന്നത്, നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വയൽ വാങ്ങുന്നത്. ആ വയലാകുന്ന കർത്താവാകുന്ന ആ സ്വർഗരാജ്യമാകുന്ന ആ വയൽ നമ്മൾ വാങ്ങുവാൻ നമ്മൾ കടപ്പെട്ടവരായിരിക്കണം. നമ്മൾ കടപ്പെട്ടവരാണ്. മറ്റൊന്ന്, അതായത് ഈ വചനത്തിലൂടെ അതാണ് പറയുന്നത്. മറ്റൊന്ന്, രത്നങ്ങൾ, വിലയേറിയ ആ രത്നം വാങ്ങുന്ന വ്യാപാരിക്ക് തുല്യം. വിലയേറിയ രത്നം കണ്ടെത്തുന്നവന് മറ്റുള്ളതെല്ലാം വിറ്റ് ആ വിലയേറിയ രത്നം വാങ്ങുന്നു. നമ്മൾ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ ആ വിശ്വാസം വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ട് കഴിയുമ്പോൾ, വിശ്വാസത്തിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തുമ്പോൾ, കർത്താവിനെ നേടിയെടുക്കുമ്പോൾ നമ്മൾ ആ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശികളായി തീരുമ്പോഴത്തേക്കും നമ്മൾ ആ നിധി കണ്ടെത്തി കഴിഞ്ഞു. നമ്മൾ ആ അമൂല്യമായ ആ രത്നം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അമൂല്യമായ ആ രത്നം കണ്ടെത്തുന്നവരാകണം, അവകാശപ്പെട്ടവരാകണം. അത് അവകാശമാക്കണമെങ്കിൽ കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കണം? നമ്മുടെ വിശ്വാസം, ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ടുകൊണ്ട് നമ്മൾ കർത്താവിനെ കണ്ടെത്തണം. അങ്ങനെ കർത്താവിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം എന്ന് ഈ ഒരു തിരുവചനത്തിലൂടെ പറയുകയാണ്. അപ്പം മത്തായിയുടെ സുവിശേഷം 44 മുതൽ 46 വരെയുള്ള തിരുവചനത്തിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിൽ വെച്ചിരിക്കുന്ന ആ നിധി കണ്ടെത്തുന്നവരായി തീരാം എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.